ഗുഡ് മോർണിംഗ് ടു ഓൾ. പേജ് നമ്പർ 80 പെർക്യൂസൈഡ്സിൻ്റെ വാലുവേഷനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. 4 പെർക്യൂസൈഡ്സിൻ്റെ വാലുവേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇനി 5ാമത്തെ പോയിൻ്റാണ് ഫ്രിഞ്ച് ബെനഫിറ്റ്സ് ഓർ അമ്യൂണിറ്റീസ്. റൂൾ 3 സബ്സെക്ഷൻ 7. Fringe benefits or amenities provided to employee are valued and added to the salary income of the as given below. അതായത് ഫ്രിഞ്ച് ബെനഫിറ്റ് അല്ലെങ്കിൽ അമ്യൂണിറ്റീസ് എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്ങനെയാണ് വാല്യൂ ചെയ്യേണ്ടതെന്നാണ് നമ്മൾ താഴെ കാണുന്നത്. ദെൻ ഇങ്ങനെ കമ്പ്യൂട്ട് ചെയ്ത വാല്യൂ എന്ത് ചെയ്യണം? സാലറി ഇൻകത്തിൻ്റെ കൂടെ ആഡ് ചെയ്യണം. സോ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺ, ദെൻ നമ്മൾ യൂസ് ഓഫ് മൂവബിൾ അസറ്റ്, ദെൻ അടുത്തത് ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റ്, ഗിഫ്റ്റ്, കാറിൻ്റെ പെർക്യൂസൈഡ്സിൻ്റെ വാല്യുവേഷൻ, അതുപോലെ തന്നെ ഒന്നിലധികം കാറുകളുണ്ടെങ്കിൽ അതിൻ്റെ പെർക്യൂസൈഡ്സ് വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, ദെൻ എന്താണ് ഫ്രീ മീൽസിൻ്റെ വാല്യൂ, പെർക്യൂസൈഡ്സ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ഇത്രയുമാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഫസ്റ്റ് ഇൻട്രസ്റ്റ് ഫ്രീ ഓർ കൺസെഷണൽ ലോൺസ് ആണ്. നമുക്ക് നോക്കാം എന്താണ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിൻ്റെ വാല്യുവേഷൻ എന്ന്. ലോൺ നോട്ട് എക്സീഡിങ് 20,000 ഈസ് എ tax free perquisites, and in such cases interest on loan not be valued or added to the salary. അതായത് ഇവിടെ ഒരു ഇൻട്രസ്റ്റ് ഫ്രീ അല്ലെങ്കിൽ കൺസെഷണൽ ലോണിൻ്റെ കേസിൽ 20,000 രൂപയിൽ കുറഞ്ഞ ലോണാണ് എങ്കിൽ, 20,000 രൂപയിൽ കുറഞ്ഞ ലോണാണെങ്കിൽ അങ്ങനെയുള്ള കേസിൽ എന്താണ് ആ ലോണിനും ഇൻട്രസ്റ്റിനും എന്താണ് പെർക്യൂസൈഡ്സ് വാല്യൂ ടാക്സബിൾ ആയിരിക്കത്തില്ല. ഈ 2 കേസിലും ടാക്സബിൾ വാല്യൂ എന്ന് പറയുന്നത് ഈ പെർക്യൂസൈഡ്സിൻ്റെ നില്ലായിരിക്കും. അതുപോലെ തന്നെ സെക്കൻഡ് പറയുന്നു, ഫർദർ ഇൻ ദ കേസ് ഓഫ് ലോൺ അഡ്വാൻസ്ഡ് ഫോർ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ് സ്പെസിഫൈഡ് ബൈ CBDT ദ വാല്യൂ ഓഫ് പെർക്യൂസൈഡ്സ് വിൽ ബി നിൽ. അതായത് അതുപോലെ നമ്മൾ ആദ്യം പറഞ്ഞു 20,000 രൂപയിൽ കുറവുള്ള ലോണ് ആണെങ്കിൽ ആ ലോണിനും ഇൻട്രസ്റ്റിനും എന്താണ് പെർക്യൂസൈഡ്സ് വാല്യൂ നില്ലായിരിക്കും. അതുപോലെ തന്നെ എന്താണ് CBDT, അതായത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സ് എന്നുള്ളതാണ് CBDTയുടെ ഫുൾ ഫോം. CBDT സ്പെസിഫൈ ചെയ്ത ഏതെങ്കിലും ഒരു ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റ്, ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ലോൺ, അപ്പം ആ ഒരു ലോണിനും എന്താണ് പെർക്യൂസൈഡ്സ് വാല്യൂ എന്താണ് നില്ലായിരിക്കും. സോ ഈ 2 കേസിലും പെർക്യൂസൈഡ്സ് വാല്യൂ നില്ലായിരിക്കും. ഇതല്ലാത്ത കേസിൽ പെർക്യൂസൈഡ്സ് വാല്യൂ എന്താണ് ടാക്സബിൾ ആയിരിക്കും. അതെങ്ങനെയാണെന്നാണ് സിമ്പിളായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അത് കമ്പ്യൂട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇൻട്രസ്റ്റ് ചാർജബിൾ ബൈ SBI ഓൺ സിമിലർ ലോൺസ്. ഈ ഇതുപോലെയുള്ള സിമിലർ ലോൺസിന് SBI ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് അതിൽ നിന്നും എന്താണ് എംപ്ലോയിയിൽ നിന്നും റിക്കവർ ചെയ്ത എമൗണ്ട് കുറച്ച് കഴിയുമ്പം വാല്യൂ ഓഫ് പെർക്യൂസൈഡ്സ് കിട്ടും. അതായത് പെട്ടെന്ന് പറയുവാണെങ്കിൽ നമ്മൾ പറഞ്ഞു ആദ്യത്തെ 2 കേസിൽ പെർക്യൂസൈഡ്സ് വാല്യൂ നില്ലാണ്. അല്ലാത്ത കേസിൽ എന്ത് ചെയ്യണം? നമ്മൾ ടാക്സ് കൊടുക്കണം. അത് അല്ലാത്ത കേസ് എന്ന് പറയുമ്പോൾ എന്താണ് ഇൻ അതർ കേസസ് അതർ കേസസ് എന്ന് പറയുമ്പോൾ എന്താണ് 20,000 രൂപയിൽ ലോണ് കൂടുതലുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഈ CBDT സ്പെസിഫൈ ചെയ്യാത്ത എന്താണ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിനോ വേണ്ടി അല്ലാത്ത ലോണ്, ഇത് രണ്ടും അല്ലാത്ത കേസിൽ എന്താണ് പെർക്യൂസൈഡ്സ് വാല്യൂ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് പെർക്യൂസൈഡ്സ് വിൽ ബി ഈക്വൽ ടു ദ ഇൻട്രസ്റ്റ് കൺസെഷണൽ അലൗഡ് ടു ദ എംപ്ലോയി. ഈ 2 കേസിലും, അതായത് 20,000 രൂപയിൽ കൂടുതലുള്ള ലോണ്, അതുപോലെ തന്നെ എന്താണ് സ്പെസിഫൈഡ് ഡിസീസിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി അല്ലാത്ത ലോണ്, ഈ 2 കേസിലും പെർക്യൂസൈഡ്സ് വാല്യൂ ഈസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് കൺസെഷൻ അലൗഡ് ടു ദ എംപ്ലോയിക്ക് അലൗ ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് കൺസെഷന് റേറ്റിന് ഈക്വൽ ആയിരിക്കും. ഇൻട്രസ്റ്റ് കൺസെഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹിയർ കൺസെഷൻ ഇൻ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു നോർമൽ ഇൻട്രസ്റ്റ് ചാർജ് ബൈ ദ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓൺ സിമിലർ ലോൺസ് ലെസ് ഇൻട്രസ്റ്റ് ചാർജഡ് ബൈ ദ എംപ്ലോയി. സോ ഇവിടെ ഈ ഒരു കൺസെഷണൽ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എത്രയേ ഉള്ളൂ? കൺസെഷൻ ഇൻ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് SBI ചാർജ് ചെയ്യുന്ന നോർമൽ ഇൻട്രസ്റ്റിൽ നിന്നും എന്താണ് എംപ്ലോയിയുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് ലെസ് ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ സെയിം കാര്യമാണെന്ന് ഷോർട്ടാക്കി ഒരു ഇക്വേഷൻ ഫോമിൽ കൊടുത്തിരിക്കുന്നത്. ഇൻട്രസ്റ്റ് ചാർജ് ബൈ SBI ഓൺ സിമിലർ ലോൺസ് ലെസ് റിക്കവേർഡ്
ഫ്രം എംപ്ലോയിയുടെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്തത്, ദെൻ അത് ചെയ്യുമ്പോഴാണ് വാല്യൂ ഓഫ് ടാക്സബിൾ പെർക്വിസൈറ്റ്സ് കിട്ടുന്നത്. സോ ഇങ്ങനെയാണ് ഇൻട്രസ്റ്റ് ഫ്രീ ലോൺ അല്ലെങ്കിൽ കൺസെഷണൽ ലോൺസിൻ്റെ പെർക്വിസൈറ്റ്സ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. എംപ്ലോയിയുടെ അടുത്ത് നിന്ന് റിക്കവർ ചെയ്തെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ എംപ്ലോയിയുടെ അടുത്ത് നിന്ന് ചാർജ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് കുറയ്ക്കും. ഇനി അടുത്തത് യൂസ് ഓഫ് മൂവബിൾ അസറ്റ് ആണ്. Any movable asset other than computer and laptop provided by the employer for the use of employee is taxable as follows. അതായത് കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒഴികെ മൂവബിൾ ആയിട്ടുള്ള അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് ഒരു സ്ഥലത്തു നിന്നും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നത് അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒഴികെ എംപ്ലോയിക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള മൂവബിൾ അസറ്റ്, ആ മൂവബിൾ അസറ്റിൻ്റെ ടാക്സബിൾ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ടാക്സബിൾ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അസറ്റ് ബിലോങ്ങിങ് ടു ദ എംപ്ലോയറുടെ അസറ്റ് ആണെങ്കിൽ ആ അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ 10% പെർ ആനം, ഒരു വർഷം ആ ഒരു അസറ്റിൻ്റെ കോസ്റ്റിൻ്റെ 10% ടാക്സബിൾ ആണ്. ഇനി അസറ്റ് ടേക്കൺ ഓൺ റെൻറ്റ്, ഇനി അസസി അല്ല, എംപ്ലോയറുടെ അസറ്റ് അല്ല, എംപ്ലോയർ റെൻറ്റിനെടുത്ത അസറ്റ് ആണെങ്കിൽ എന്താണ്, ആക്ച്വൽ റെൻറ്റ് ചാർജസ് ഓഫ് അസറ്റിന് എത്രയാണോ റെൻറ്റ് ചാർജ് ചെയ്തിരിക്കുന്നത് ആ ഒരു വാല്യൂ എന്തായിരിക്കും, ടാക്സബിൾ ആയിരിക്കും. സോ ഇനി അടുത്തത് പറയുന്നത് എന്താണ്, ട്രാൻസ്ഫർ ഓഫ് മൂവബിൾ അസറ്റിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട പെർക്വിസൈറ്റ്സ് വാല്യൂ ആണ്. where the employer transfer any movable asset to the employee to the member of the family, its value shall be computed as follow. മൂവബിൾ അസറ്റിൻ്റെ ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട പെർക്വിസൈറ്റ്സിൻ്റെ വാല്യുവേഷൻ ആണ് പറയുന്നത്. കമ്പ്യൂട്ടർ ആൻഡ് അതർ ഇലക്ട്രോണിക് ഐറ്റംസ്, കമ്പ്യൂട്ടർ അതുപോലെയുള്ള ഇലക്ട്രോണിക് ഐറ്റംസ് ആണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസറ്റിൻ്റെ ആക്ച്വൽ കോസ്റ്റിൽ നിന്നും ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് 50%, ഒരു വർഷം 50%. അങ്ങനെ എന്താണ്, ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് യൂസ്, എത്ര വർഷം യൂസ് ചെയ്തോ ആ ഓരോ വർഷത്തിനും എന്താണ്, ഒരു വർഷം 50% എന്ന രീതിയിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിൽ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യണം അസറ്റിൻ്റെ കോസ്റ്റിൽ നിന്നും. ഇനി മോട്ടോർ കാർ ആണെങ്കിൽ മോട്ടോർ കാറിൻ്റെ ട്രാൻസ്ഫർ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് മോട്ടോർ കാറിൻ്റെ പെർക്വിസിറ്റ് വാല്യൂ എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ കാർ, ആക്ച്വൽ കോസ്റ്റ്, ആ ഒരു കാറിൻ്റെ ആക്ച്വൽ കോസ്റ്റിൽ നിന്നും ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യുക. ഇവിടെ ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യുന്നത് എത്ര വർഷം അത് ഉപയോഗിച്ചോ അത്രയും വർഷം, ഒരു വർഷം 20% എന്ന രീതിയിൽ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡിലാണ് ഡിപ്രിസിയേഷൻ കണക്കാക്കേണ്ടത്. ആ ഡിപ്രിസിയേഷൻ ഈ പറയുന്ന കാറിൻ്റെ ആക്ച്വൽ കോസ്റ്റിൽ നിന്നും കുറയ്ക്കുക. ഇനി ബാക്കിയുള്ള അസറ്റ്, ഇൻ അതർ അസറ്റ്സ്, ബാക്കിയുള്ള കേസിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ അസറ്റ് ലെസ് ഡിപ്രിസിയേഷൻ at the rate of 10 per annum for each completed year of use of asset under straight line method. So ഇവിടെ എന്താ പറയുന്നത്, ബാക്കിയുള്ള അസറ്റിൻ്റെ കേസിലാണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അസറ്റിൽ നിന്നും ഡിപ്രിസിയേഷൻ ലെസ് ചെയ്യുക. ഡിപ്രിസിയേഷൻ എന്ന് പറയുന്നത് എത്ര വർഷം ഇത് ഉപയോഗിച്ചോ, ഈ അസറ്റ് ഉപയോഗിച്ചോ ആ ഓരോ വർഷവും 10% നിരക്കിൽ സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിലായിരിക്കണം ഡിപ്രിസിയേഷൻ ചാർജ് ചെയ്യേണ്ടത്. ഇനി ഗിഫ്റ്റ് ആണ് അടുത്തത് പറയുന്നത്. ഗിഫ്റ്റ് ഇൻ കൈൻഡ് ഗിവൻ ടു എംപ്ലോയി ഓൺ സ്പെഷ്യൽ ഒക്കേഷൻ ഓഫ് വാല്യൂ അപ് ടു 5,000 ഈസ് നോട്ട് ടാക്സബിൾ. അതായത് ഈ ഒരു സ്പെഷ്യൽ ഒക്കേഷൻ്റെ സമയത്ത് എംപ്ലോയിക്ക് എന്തെങ്കിലും കൈൻഡ് ആയിട്ട് കിട്ടുന്ന ഗിഫ്റ്റ് 5,000 രൂപ വരെ വാല്യൂ ഉള്ളതാണെങ്കിൽ എന്താണ്, നോട്ട് ടാക്സബിൾ. കൈൻഡായിട്ട് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും സാധനങ്ങൾ 5,000 രൂപ വരെ വാല്യൂ ഉള്ള അല്ലെങ്കിൽ 5,000 രൂപ വരെ വാല്യൂ ഉള്ള എന്തെങ്കിലും ഒരു കൈൻഡ്, എന്തെങ്കിലും ഒരു സാധനമാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതെങ്കിൽ അത് ടാക്സബിൾ അല്ല. ദെൻ ഗിഫ്റ്റ് ടു എംപ്ലോയി ഇൻ ക്യാഷ് ഓർ കൺവേർട്ടബിൾ ഇൻ ടു ക്യാഷ് ഈസ് ഫുള്ളി ടാക്സബിൾ. ക്യാഷായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോ ഉള്ള എന്തെങ്കിലുമാണ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നതെങ്കിൽ അതിന് ഫുള്ളി ടാക്സബിൾ ആണ്. അതിൻ്റെ വാല്യൂ എത്രയാണോ അത് ഫുള്ളി ടാക്സബിൾ ആണ്. സോ ഇനി അടുത്തത് വാല്യുവേഷൻ ഓഫ് കാർ പെർക്വിസിറ്റ്സ്. കാറിൻ്റെ പെർക്വിസിറ്റ്സ് വാല്യൂവിൻ്റെ കമ്പ്യൂട്ടേഷൻ ആണ്.
ഇത് നമ്മുടെ റെൻറ്റ് ഫ്രീ അക്കോമഡേഷൻ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പം നോർമലി ഒരുമാതിരി ഈ ഒരു സാലറി ഇൻകവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രോബ്ലത്തിലും ഈ ഒരു ഐറ്റം അല്ലെങ്കിൽ ഈ ഒരു കാറിൻ്റെ പെർക്വിസിറ്റ്സ് വാല്യൂവിൻ്റെ കമ്പ്യൂട്ടേഷനും ഉണ്ടായിരിക്കും. So car is a taxable perquisites in the hand of specified category of employee. കാർ എന്ന് പറയുന്നത് സ്പെസിഫൈഡ് കാറ്റഗറി എംപ്ലോയീസിൻ്റെ കേസിലാണ് കാറിൻ്റെ പെർക്വിസിറ്റ്സ് ടാക്സബിൾ ആവുന്നത്. സ്പെസിഫൈഡ് കാറ്റഗറി എംപ്ലോയീസ് ആരാണെന്ന് നമ്മൾ പെർക്വിസിറ്റ്സ് എന്താണെന്നും അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ് 3 ടൈപ്സും പഠിച്ച സമയത്ത് സ്പെസിഫൈഡ് കാറ്റഗറി എംപ്ലോയീസിനകത്ത് വരുന്ന ആരൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മറന്നുപോയവർ ആ ഒരു പോർഷൻ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. സോ ഇവിടെ എന്ന് പറയുന്നത് കാറിൻ്റെ വാല്യുവേഷൻ 3 തരത്തിലാണ് അല്ലെങ്കിൽ 3 ഹെഡ്സിലാണ് നമ്മൾ നോക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് എംപ്ലോയർ ഓൺ ചെയ്ത കാറ്, എംപ്ലോയർ തന്നെ ആ കാറിൻ്റെ മെയിൻ്റെനൻസ് റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നു. രണ്ടാമത് പറയുന്നത് എംപ്ലോയർ ഓൺ ചെയ്ത കാറ് ബട്ട് ആ കാറിൻ്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണ്. മൂന്നാമത് എംപ്ലോയി ഓൺ ചെയ്യുന്ന കാറ്. സോ ഇങ്ങനെ 3 തരത്തിലാണ് നമ്മൾ കാറിൻ്റെ പെർക്വിസിറ്റ്സ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ആദ്യമെന്ന് പറയുന്നത് ഏതാണ്? കാർ ഈസ് ഓൺഡ് ഓർ ഹയർഡ് ബൈ ദ എംപ്ലോയർ ആൻഡ് ദ റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസസ് ഓഫ് ദ കാർ ആർ മെറ്റ് ഓർ റെഡ്യൂസ്ഡ് ബൈ ദ എംപ്ലോയർ. എന്താ പറയുന്നത്? ഇവിടെ കാറിൻ്റെ ഓണർ എംപ്ലോയർ ആണ്, അതുപോലെ തന്നെ റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് എല്ലാം മീറ്റ് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയർ ആണ്. ഈ കേസിൽ കാർ ഈസ് യൂസ്ഡ് ഫോർ ഒഫീഷ്യൽ പർപ്പസ് ഒള്ളി. ഈ കാറ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പെർക്വിസിറ്റ്സ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? നില്ലാണ്. ഇനി കാർ ഈസ് യൂസ്ഡ് ഫോർ പ്രൈവറ്റ് പർപ്പസ് ഒള്ളി. കാറ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അവിടെ പെർക്വിസിറ്റ്സ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത് എക്സ്പെൻഡിച്ചർ ഇൻക്വേർഡ് ബൈ എംപ്ലോയർ ഫോർ റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് ഓഫ് ദ കാർ പ്ലസ് salary of the driver plus 10% of the cost of car per annum for normal wear and tear of the car will be the perquisites value. പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ എംപ്ലോയർ ഈ കാറിന് വേണ്ടി അല്ലെങ്കിൽ ഈ കാറുമായി ബന്ധപ്പെട്ട റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് എംപ്ലോയർ എത്രമാത്രം ഇൻക്വയറി ചെയ്തു അല്ലെങ്കിൽ എംപ്ലോയർ എത്രമാത്രം ചിലവാക്കി, അതിൻ്റെ കൂടെ ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറുടെ സാലറി പ്ലസ് അതിൻ്റെ കൂടെ എന്താണ്? കാറിൻ്റെ കോസ്റ്റിൻ്റെ 10%. ഇത്രയും കാര്യങ്ങൾ നോക്കുന്നതാണ് എന്താണെന്ന് പറയുന്നത് പെർക്വിസൈറ്റ്സ് വാല്യൂ എന്ന് പറയുന്നത്. പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രം ഉള്ളതാണെങ്കിൽ. ഇനി however any amount recovered from the employee can be deducted from the value and only the values will be taxable in the hand of employee. ഇനി എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട എമൗണ്ട് റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഈ പറഞ്ഞ പെർക്വിസിറ്റ്സ് അല്ലെങ്കിൽ ഇവിടെ നമ്മൾ ടോട്ടൽ ചെയ്ത എമൗണ്ടിൽ നിന്ന് കുറച്ചിട്ട് ബാക്കിയുള്ളതേ ടാക്സബിൾ ആവുള്ളൂ. ഇനി കാറ് പ്രൈവറ്റ് പർപ്പസിനും ഒഫീഷ്യൽ പർപ്പസിനും രണ്ടിനും വേണ്ടി ഉപയോഗിക്കുന്നതാണെങ്കിൽ അവിടെ കാറെന്ന് പറയുന്നത് 1600 cc കുറഞ്ഞതാണെങ്കിൽ, അതായത് 1.6 ലിറ്റേഴ്സ് അല്ലെങ്കിൽ ക്യൂബിക് കപ്പാസിറ്റിയാണ് CC എന്ന് പറയുന്നത്. അപ്പോൾ 1600 cc കുറഞ്ഞ കാറാണെങ്കിൽ ഒരു മാസം 1800 രൂപ വീതം പെർക്വിസൈറ്റ്സ് വാല്യൂ നമ്മൾ ടാക്സ് കൊടുക്കണം അല്ലെങ്കിൽ ടാക്സബിൾ ആണ്. ഇനി 1.6 ലിറ്റേഴ്സ് അല്ലെങ്കിൽ 1600 cc കൂടുതലുള്ള വണ്ടിയാണെങ്കിൽ എന്താണ്? 2400 രൂപ ഒരു മാസം എന്താണ്? പെർ മന്ത് 2400 രൂപ പെർക്വിസിറ്റ്സ് വാല്യൂ ടാക്സബിൾ ആണ്. ഇനി ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറുടെ പ്ലസ് 900 പെർ മന്ത് എന്താണ്? 900 രൂപ എന്താണ്? ഒരു മാസം ഡ്രൈവറുടെ സാലറി ഉണ്ടെങ്കിൽ ഡ്രൈവറുടെ സാലറിയും കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. ഇനി നേരെ മറിച്ച് എംപ്ലോയർ ഓൺ ചെയ്യുന്ന കാറാണ് ബട്ട് റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത് എംപ്ലോയി ആണെങ്കിൽ അവിടെയും നമ്മൾ ഈ ഒരു 3 തരത്തിൽ തന്നെയാണ് പറയുന്നത്. പർപ്പസ് എന്ന് പറയുന്നത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ പെർക്വിസിറ്റ്സ് വാല്യൂ നില്ലാണ്. ഇനി പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയുള്ളതാണെങ്കിൽ
ഇവിടെ എംപ്ലോയറുടെ എക്സ്പെൻസ് ആണെങ്കിൽ ഇവിടെ എന്താണ്, എംപ്ലോയി എത്രമാത്രം എക്സ്പെൻഡിച്ചർ മുടക്കുന്നുണ്ട് അല്ലെങ്കിൽ എംപ്ലോയി എത്രമാത്രം എക്സ്പെൻസ് ഇൻക്വയർ ചെയ്യുന്നുണ്ട് റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ട്, പ്ലസ് ഡ്രൈവർ ഉണ്ടെങ്കിൽ ഡ്രൈവറുടെ സാലറി, പ്ലസ് 10% ഓഫ് ദ കോസ്റ്റ് ഓഫ് കാർ പെർ ആനം ഫോർ ദ നോർമൽ വിയർ ആൻഡ് ടിയർ വിൽ ബി പെർക്യൂസിറ്റ്സ് വാല്യൂ. ഇവിടെ ഒറ്റ വ്യത്യാസമേ വരുന്നുള്ളൂ. ഇവിടെ വരുമ്പം എംപ്ലോയർ എത്രമാത്രം എക്സ്പെൻസ് മുടക്കുന്നുണ്ട്, ഇവിടെ വരുമ്പം എംപ്ലോയി എത്രമാത്രം എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു വാല്യൂവിനകത്ത് നിന്ന് ഡിഡക്റ്റ് ചെയ്യാനും സാധിക്കും. ഇനി ഒഫീഷ്യൽ ആൻഡ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി, കുറച്ച് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയും കുറച്ച് എന്താണ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയും രണ്ടും കൂടെ മിക്സ്ഡ് ആണെങ്കിൽ നമ്മൾ ആദ്യം ഇവിടെ പറഞ്ഞ 1800 പകരം ഇവിടെ വരുമ്പം 600 ആവും. ഇവിടെ നമ്മൾ 2400 പറഞ്ഞത് ഇവിടെ വരുമ്പോൾ എത്രയാണ്, 900 ആവും. ഡ്രൈവറുടെ സാലറി സെയിം ആണ്. സോ എന്താണ്, 1600 ക്യൂബിക് കപ്പാസിറ്റിയിൽ കുറഞ്ഞ കാറാണെങ്കിൽ ഒരു മാസം 600 രൂപ വീതം എന്താണ് പെർക്യൂസൈറ്റ്സ് വാല്യൂ ടാക്സബിൾ ആണ്. ഇനി 1600 cc കൂടുതലാണ് അല്ലെങ്കിൽ 1.6 ലിറ്റേഴ്സിൽ കൂടുതലുള്ളതാണെങ്കിൽ ഒരു മാസം 900 രൂപ എന്ന രീതിയിൽ ടാക്സബിൾ ആണ് പെർക്യൂസൈറ്റ്സ് വാല്യൂ. ഇനി സാലറി, ഡ്രൈവർക്ക് സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു മാസം 900 രൂപ വീതം ഡ്രൈവറുടെ സാലറിയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഈ ഒരു കേസിലും എന്താണ്, എംപ്ലോയിയുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും എമൗണ്ട് റിക്കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ വാല്യൂ ടോട്ടൽ വാല്യൂവിൽ എന്ത് ചെയ്യാൻ പറ്റും, ലെസ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് കാർ ഓൺഡ് ബൈ എംപ്ലോയി. എംപ്ലോയി ഓൺ ചെയ്യുന്ന കാറാണെങ്കിൽ, എംപ്ലോയി ഓൺ ചെയ്യുന്ന കാറ് വെൻ കാർ ഈസ് ഓൺഡ് ബൈ എംപ്ലോയി the expense are met by employee and the car is used for official purpose only, it is not a perquisites. അതായത് എംപ്ലോയി ആണ് കാറിൻ്റെ ഓണർ, എംപ്ലോയി തന്നെയാണ് ഈ കാറിൻ്റെ റണ്ണിങ് ആൻഡ് മെയിൻ്റെനൻസ് എക്സ്പെൻസ് മീറ്റ് ചെയ്യുന്നത്. എംപ്ലോയി അത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതൊരു പെർക്യൂസൈറ്റ് അല്ല. പെർക്യൂസൈറ്റ് അല്ലാത്ത സ്ഥിതിക്ക് നമ്മളവിടെ അതിൻ്റെ ടാക്സബിൾ ആണോ അല്ലയോ എന്ന് പറയുന്നതിൽ പ്രസക്തിയില്ല. ഇനി സെക്കൻഡ് പറയുന്നത്, എനി എക്സ്പെൻസ് റിലേറ്റിംഗ് ടു കാർ മെറ്റ് ബൈ എംപ്ലോയർ ഫോർ ദ പേഴ്സണൽ റിക്വയർമെൻറ്റ് ഓഫ് ദ എംപ്ലോയി ആർ ഫുള്ളി ടാക്സബിൾ. ഈ എംപ്ലോയി ഓൺ ചെയ്ത കാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസ്, പേഴ്സണൽ റിക്വയർമെൻറ്റ്, എംപ്ലോയറുടെ പേഴ്സണൽ റിക്വയർമെൻറ്റിന് എന്തെങ്കിലും ഈ ഒരു കാറുമായി, എംപ്ലോയി ഓൺ ചെയ്യുന്ന കാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എംപ്ലോയർ എന്തെങ്കിലും എക്സ്പെൻസ്, പേഴ്സണൽ റിക്വയർമെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും എക്സ്പെൻസുകൾ എംപ്ലോയർ മീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു കേസിൽ ആ ഒരു എമൗണ്ട് ഫുള്ളും എന്താണ് ടാക്സബിൾ ആവും. ബട്ട് എംപ്ലോയിയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും റിക്കവർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ടോട്ടൽ എമൗണ്ടിൽ നിന്നും ലെസ് ചെയ്യാൻ സാധിക്കും. സോ കാറിൻ്റെ വാല്യുവേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോബ്ലമായിട്ടും തിയറി ആയിട്ടും ചോദിക്കുന്നതാണ്. പെർക്യൂസൈറ്റ്സ് വാല്യൂ ഓഫ് കാർ തിയറി എഴുതാനും നമ്മളോട് ചോദിക്കുന്നതാണ്. അപ്പോൾ അത് നന്നായിട്ട് പഠിക്കുക. ഡൗട്ടുള്ള പോർഷൻസ് നിങ്ങൾ മെസ്സേജ് അയച്ച് ചോദിക്കുക. ഇനി ഒഫീഷ്യൽ പർപ്പസിനും അതുപോലെ തന്നെ പ്രൈവറ്റ് പർപ്പസിനും രണ്ടിനും കൂടി ഒരുമിച്ചുള്ളതാണെങ്കിൽ, when the car is partly used for official purpose and partly for personal purpose and the expenses are paid or imposed by the employer, ഒഫീഷ്യൽ പർപ്പസിനും അതുപോലെ തന്നെ പേഴ്സണൽ പർപ്പസിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഈ എക്സ്പെൻസസ് ഒക്കെ എംപ്ലോയർ ആണ് മുടക്കുന്നതെങ്കിൽ, എക്സ്പെൻഡിച്ചർ ഇൻക്വയർഡ് ബൈ ദ എംപ്ലോയർ ലെസ് എമൗണ്ട് ഫോർ ഒഫീഷ്യൽ പർപ്പസ്. അതായത് എങ്ങനെയാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്, എംപ്ലോയർ എത്രമാത്രം ഈ ഒരു കാറുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യൽ ആൻഡ് പാർഷ്യൽ പർപ്പസുമായി ബന്ധപ്പെട്ട് ഈ കാറിൻ്റെ എക്സ്പെൻസ്, എംപ്ലോയർ എത്രമാത്രം എക്സ്പെൻസ് മുടക്കുന്നുണ്ട്, അതിൽ നിന്നും ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ള എമൗണ്ട് ലെസ് ചെയ്ത് കഴിയുമ്പോൾ പെർക്യൂസൈറ്റ്സ് വാല്യൂ കിട്ടും. ഒഫീഷ്യൽ പർപ്പസിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് 1.6 ക്യൂബിക് കപ്പാസിറ്റിയിൽ കുറഞ്ഞ കാറാണെങ്കിൽ എത്രയാണ്, 1800 ഒരു മാസം. 1.6 ക്യൂബിക് അല്ലെങ്കിൽ 1600 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ല CC, 1600 ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ല ക്യൂബിക് കപ്പാസിറ്റി, അതായത് 1600 CCയിൽ കൂടുതലുള്ളതാണ് അല്ലെങ്കിൽ 1.6 ലിറ്റേഴ്സിൽ കൂടുതലുള്ളതാണെങ്കിൽ ഒരു മാസം 2400 രൂപ എന്ന രീതിയിൽ ഡിഡക്റ്റ് ചെയ്യാം. ഈ ഒരു ക്യൂബിക് കപ്പാസിറ്റി അനുസരിച്ച് 1800 ആണോ 2400 ആണോ നോക്കുക. അതാണ് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയുള്ള എമൗണ്ട് എന്ന് പറയുന്നത്. ഡ്രൈവർ ഉണ്ടെങ്കിൽ സാലറി 900 കൂടി എന്ത് ചെയ്യാം, ആഡ് ചെയ്യാം. ഇത്രയുമാണ് കാറിൻ്റെ പെർക്യൂസൈറ്റ്സ് വാല്യൂ പറയുന്നത്. സോ ഇത് നിങ്ങൾ നന്നായിട്ട് തിയറിയും പഠിക്കണം,
അതുപോലെ തന്നെ പ്രോബ്ലം നമ്മൾ ഇനി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ തിയറി നന്നായിട്ട് പഠിച്ചു വെക്കുക. അതായത് ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടിയാണെങ്കിൽ എന്താണ് പെർക്വിസിറ്റ്സ് വാല്യൂ, എംപ്ലോയി ഓൺ ചെയ്യുന്ന കാറ് അങ്ങനെയാണെങ്കിൽ എന്താണ്, എംപ്ലോയർ ഓൺ ചെയ്ത് എംപ്ലോയി എക്സ്പെൻസ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഒഫീഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ അല്ലെങ്കിൽ പ്രൈവറ്റ് പർപ്പസിന് വേണ്ടി മാത്രമുള്ളതാണെങ്കിൽ, ഇങ്ങനെ ഓരോ സിറ്റുവേഷനിലും പെർക്വിസിറ്റ്സിൻ്റെ വാല്യൂ എങ്ങനെയാണെന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി ഒന്നിലധികം കാർ പെർക്വിസിറ്റ്സ് വാല്യൂ വെൻ മോർ ദാൻ വൺ കാർ ഈസ് പ്രൊവൈഡഡ്. ഒന്നിലധികം കാർ പ്രൊവൈഡ് ചെയ്യുമ്പം എങ്ങനെയാണ് പെർക്വിസിറ്റ്സ്. ഇപ്പം നമ്മൾ ഒറ്റ കാറുള്ള സിറ്റുവേഷനാണ് പറഞ്ഞത്. വെൻ മോർ ദാൻ വൺ കാർ ഈസ് പ്രൊവൈഡഡ് ദ പെർക്വിസിറ്റ്സ് വാല്യൂ ഓഫ് വൺ കാർ വിൽ ബി ഡിറ്റർമൈൻഡ് as the case of car for official and private purpose, and the value of other car or cars will be determined in the case of car used for private purpose. ഒന്നിലധികം കാർ ഉണ്ടെങ്കിൽ എംപ്ലോയിക്ക് തീരുമാനിക്കാം, എംപ്ലോയിയുടെ ചോയ്സ് ആണ്. ഒരു കാർ എന്താണ് പ്രൈവറ്റ് ആൻഡ് ഒഫീഷ്യൽ പർപ്പസ് രണ്ടിനും കൂടി ഉള്ളതാണ്. ആ ഒരു രീതിയിൽ എംപ്ലോയിക്ക് ഇഷ്ടമുള്ള ഒരു കാറ് ആ ഒരു രീതിയിൽ വാല്യൂ നോക്കാം. ബാക്കിയുള്ള കാർ അല്ലെങ്കിൽ ബാക്കിയുള്ള കാറുകൾ എന്താണ് പ്രൈവറ്റ് പർപ്പസിന് വേണ്ടിയുള്ളതായിട്ട് മാറ്റുക. ഇനി ഫ്രീ മീൽസിൻ്റെ പെർക്വിസൈറ്റ്സ് വാല്യൂ അത് നമ്മൾ ആദ്യം പെർക്വിസൈറ്റ്സിൽ ടാക്സ് ഫ്രീ പെർക്വിസൈറ്റ്സ് പറഞ്ഞ് വന്ന വഴിയിൽ സെക്കൻഡ് പോയിന്റിൽ, അതായത് മെഡിക്കൽ ബെനിഫിറ്റ് കഴിഞ്ഞ് സെക്കൻഡ് പോയിന്റിൽ നമ്മൾ പറഞ്ഞു പോയതാണ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുവാണ്, 50 രൂപയിൽ കൂടുതൽ ഒരു ദിവസം ഒരു മീലിന് 50 രൂപയിൽ കൂടുതൽ എക്സ്പെൻസ് ആവുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് എംപ്ലോയിയുടെ കയ്യിൽ എന്താണ്, അതിൻ്റെ പെർക്വിസൈറ്റ്സ് വാല്യൂ കൊടുക്കണം. അതാണ് പറയുന്നത് the cost incurred to employer in the case of 50 per meal is taxable value in the hand of employee. ഒരു മീലിന് 50 രൂപയിൽ കൂടുതൽ എക്സ്പെൻസ് ആവുന്നുണ്ട് അല്ലെങ്കിൽ അതിന് ചിലവാകുന്നുണ്ട്, അത് എംപ്ലോയർ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ എമൗണ്ട് എംപ്ലോയിയുടെ കയ്യിൽ എന്താണ് ടാക്സബിൾ ആവുന്നു. അപ്പം എംപ്ലോയി ആ എമൗണ്ടിന് ടാക്സ് കൊടുക്കണം. However, food provided in working hours in remote area or in a offshore working site is not taxable. അതേസമയം ഈ വർക്കിംഗ് സൈറ്റ് റിമോട്ട് ഏരിയയിലാണ് അല്ലെങ്കിൽ ഓഫ് ഷോർ ഏരിയയിലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചെയ്യേണ്ട, അതിന് ടാക്സ് കൊടുക്കേണ്ട കാര്യമില്ല. സോ ഇത് തന്നെയാണ് നമ്മൾ ഇവിടെ ഈ ഒരു സെക്കൻഡ് പോയിന്റിൽ എക്സ്പ്ലെയിൻ ചെയ്തത്. ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് വീഡിയോയിലാണെന്ന് എനിക്ക് തോന്നുന്നു. സെക്കൻഡ് വീഡിയോയിൽ അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മറന്നുപോയത് ഒന്നും കൂടി അതൊന്ന് റീകളക്ട് ചെയ്യുക. സോ പെർക്വിസൈറ്റ്സിൻ്റെ വാല്യുവേഷൻ നമ്മൾ കഴിഞ്ഞു. ഈ പറയുന്ന 5 ഐറ്റംസ് ആണ് പെർക്വിസൈറ്റ്സിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ പഠിച്ചത്. ഇതിൽ റെസിഡൻഷ്യൽ അക്കോമഡേഷനും അതുപോലെ തന്നെ കാറിൻ്റെ പെർക്വിസൈറ്റ്സ് വാല്യൂ അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങളും പഠിക്കേണ്ടതാണ്. ബട്ട് ഇത് രണ്ടുമാണ് തിയറി ആയിട്ടും പ്രോബ്ലം ആയിട്ടും ഒക്കെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നത്. സോ ഇത് നന്നായിട്ട് പഠിക്കുക. സോ ഇതിന് ശേഷം നമ്മൾ അലവൻസസിലേക്കാണ് പോകുന്നത്. അലവൻസസും കൂടെ ക്ലാസ്സൂടെ കഴിഞ്ഞതിന് ശേഷമാണ് പ്രോഫിറ്റ് ഇൻ ലിeu ഓഫ് സാലറി അതുപോലെ തന്നെ പ്രൊവിഡൻറ്റ് ഫണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പോകുന്നത്. അങ്ങനെ പോയെങ്കിലേ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പം ഇതുവരെയുള്ള കാര്യങ്ങൾ എല്ലാവരും നീറ്റായിട്ട് പഠിക്കുക. താങ്ക് യു.